നമുക്കൊപ്പം നമ്മൾ കാത്തിരുന്ന സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ. ബെന്നി ചേട്ടാ നമസ്കാരം. ബെന്നി ചേട്ടനെ നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഞാൻ കുതിരയുമായിട്ട് വീട്ടിൽ വരുന്നത്. അപ്പൊ ബെന്നി ചേട്ടൻ തന്ന നല്ല ഒരു ചായ ഉണ്ടായിരുന്നു. വീട്ടില് ചേച്ചി ഉണ്ടാക്കി തന്ന നല്ല ഒരു ഗ്രീൻ എന്താണ് ഹെർബൽ ടീ. ആ ഹെർബൽ ടീയുടെ ഉഷാറിലാണ് ഞാൻ ഇത്രയും കാലം ഓടിയത്. ആ ഹെർബൽ ടീയുടെ ഉഷാറിലാണ് ബെന്നി ചേട്ടൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്രയുമായിട്ടും താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും മുഖത്ത് ക്ഷീണം വലുതായിട്ടില്ല. എനിക്കൊന്നു കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. നല്ല കോൺഫിഡൻസ് തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ എനിക്കൊന്നു ഇപ്പം 3 ഘട്ടം 4 ഘട്ടം കണ്ട് കഴിഞ്ഞു. 3-ാം ഘട്ടം കഴിഞ്ഞ് 4-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി 10ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പാണ്. അതായത് 10 ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് തുടങ്ങി. സത്യത്തിൽ ഇന്നലെ തൊട്ട് തുടങ്ങി. അതായത് വീടുകളിൽ തുടങ്ങി. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് ബൂത്തിൽ വീട്ടിൽ തന്നെ ബൂത്ത് ക്രമീകരിച്ചു തുടങ്ങി. അപ്പോ ആശങ്കയൊന്നുമില്ലേ? ഒരാശങ്കയില്ല. അവസാന ആശങ്കയില്ലാതെ മാത്രം ആത്മധൈര്യം കൂടുന്നു. അപ്പൊ ഈ നരേന്ദ്രമോദി ഇന്നലെ 2 തവണ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 2 തവണ കേരളത്തിൽ വന്നു. ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും പറയുന്നത് നരേന്ദ്രമോദി 2 അക്കം കടക്കും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദി കൂടുതൽ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല? ഇന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മണിപ്പൂരിൽ പോയില്ല. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്: അദ്ദേഹം സഭാ നേതാവാണ്. പാർലമെന്റിൽ ഒരു അക്രമം നടന്നിട്ട് ആ അക്രമം നടന്നതിന് ശേഷം ആ ദിവസങ്ങളിലൊന്നും സഭാ നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി അവിടെ വന്നില്ല. നരേന്ദ്രമോദി പോകേണ്ട സ്ഥലത്ത് പോകാതെ ഇവിടെ വരുമ്പോഴും നരേന്ദ്രമോദി പോകാതിരുന്ന കാരണങ്ങൾ ജനങ്ങൾ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. നരേന്ദ്രമോദി എത്രയും കൂടുതൽ കേരളത്തിൽ വരുന്നോ അത്രയും കൂടുതൽ അനുകൂലമാണ്. അപ്പോ ഇന്നലെ വന്ന് പക്ഷേ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയാണ്. കരുവന്നൂര്, ED, മാസപ്പടി, സ്വർണ്ണക്കടത്ത് വിഷയങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നില്ല. അതിന് പക്ഷേ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ധാർമ്മിക മര്യാദ പുലർത്തുന്നത് കൊണ്ടാവാം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ഈ കരുവന്നൂർ അടക്കം എടുത്തിടുകയും മാസപ്പടി വിഷയം എടുത്തിടുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് താങ്കൾ കരുതുന്നു? പ്രധാനമന്ത്രി അതിനകത്ത് വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാതെ എൻ്റെ വിഷയമല്ല. പക്ഷെ ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ ഇന്ന് വരെ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ആരോപണം എതിരായി പറയുന്നില്ല. ഇപ്പോഴും പിണറായി വിജയന്റെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ പിണറായി വിജയൻ വ്യക്തമാക്കണം, ആരാണ് മുഖ്യ ശത്രു? മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ? വളരെ പ്രധാനപ്പെട്ട കാര്യം. ബ്രേക്കിംഗ്. ബെന്നി ബെഹനാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയണം ആരാണ് മുഖ്യ ശത്രുവെന്ന്. ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചോട്ടെ എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും BJPയും RSSനെയും കൂടി വിമർശിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. താങ്കൾ പറയുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോദിയെ വിമർശിക്കുന്നില്ല എന്ന ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഭയന്നിട്ടാണോ ഒത്തുതീർപ്പാണോ? എന്താണ് നിങ്ങൾ ആരോപിക്കുന്നത്? രണ്ടുമാകാം. ഭയത്തിലൂടെ വരുന്ന ഒത്തുതീർപ്പ്, അതാണല്ലോ മോഡി ചെയ്യുന്നത്. ഭയപ്പെടുത്തി ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയാണ്. അതാണ് മോഡിയുടെ തന്ത്രം. അതാണ് മോഡി പല സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. പലരെയും ആ പാളയത്തിലേക്ക് മോഡി എത്തിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തി ഒത്തുതീർപ്പുണ്ടാക്കിയാണ്. ഇവിടെയും ഈ പിണറായി വിജയനെ ഭയപ്പെടുത്തി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ ഒത്തുതീർപ്പിലേക്ക് വിജയൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഭയപ്പെടുത്തി ഒത്തിരിപ്പുണ്ടാകുന്നു. ഇപ്പൊ CMRL ഉദ്യോഗസ്ഥരെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് താങ്കൾ കരുതുന്നുണ്ടോ വീണാ വിജയനിലേക്ക് കൂടി ED എത്തിച്ചേരാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന്? അങ്ങനെ വീണാ വിജയനിലേക്ക് എത്തിയാൽ ശ്രീ ബെന്നി ബെഹനാൻ, നിങ്ങൾ ആ EDയുടെ നടപടിയെ സ്വാഗതം ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. കാരണം അതിന് പുറത്ത് നിങ്ങൾക്ക് മറ്റൊരു നിലപാടെടുക്കുക സാധ്യമല്ല. ED അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് 2 തലത്തിലുണ്ട്. ഒന്ന്, ED എന്ന് പറയുന്ന സംവിധാനത്തോട് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ EDയെ പൊളിറ്റിക്കലായിട്ട് ദുർവിനിയോഗം ചെയ്യുന്നു. ആ ദുർവിനിയോഗം ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ ഇപ്പൊ ED അന്വേഷിക്കുന്ന കരുവന്നൂർ കേസുണ്ട്. എന്തുകൊണ്ട് ആ കരുവന്നൂർ കേസിൽ ED മുന്നോട്ട് പോകുന്നില്ല? ED ഇങ്ങനെ പേടിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണാ വിജയന്റെ കേസിൽ ED അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിരല്ല. പക്ഷെ ആ അന്വേഷണവും ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു. അവിടെയാണ് പരാതി. EDയുടെ അന്വേഷണം ഇപ്പം നമുക്കറിയാം, കേജ്രിവാളിനെ എത്രയോ വേഗത്തിലാണ്
അറസ്റ്റ് ചെയ്തത്. ചമ്പാരനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ എത്രയോ കേസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടുണ്ട്. ED അന്വേഷിക്കുമെന്ന് പറഞ്ഞ കേസുകളുണ്ട്, CBI കേസുകളുണ്ട്. ഇതെല്ലാം പകുതി വെച്ച് നിലയ്ക്കുകയല്ല, വളരെ മന്ദഗതിയിൽ പോകുന്നു, വളരെ സ്ലോ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ അതിന് ശേഷമുണ്ടാകുന്ന ചില പൊളിറ്റിക്കൽ, നമ്മൾ പറയുമല്ലോ അന്തർധാര എന്ന് പറയില്ല, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ അന്തർധാരയുണ്ട് എന്ന ആരോപണം ആവർത്തിക്കുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര വ്യക്തമാകുന്നത് അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ നിലയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അങ്ങനെ ഫ്രീ ആക്കാം. ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധം നമ്മളുടെ സമൂഹത്തെ പരസ്പരം വിഭജിക്കാൻ ആരോ ശ്രമിക്കുമ്പോൾ ആ കെണിയിൽ പോയി വീഴേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തെ ഡിവൈഡ് ചെയ്യാനോ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സമീപനവും എല്ലാവരും ഒരുമിച്ച് പോകത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു തലത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിക്കുകയല്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്ന പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം ഞങ്ങൾ ഒരുമിച്ച് നിർത്തും. അതിൽ VD സതീശന്റെയും കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതാർഹമായിരുന്നു. കാരണം ആദ്യം തന്നെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചു. ആ പ്രചരണത്തിന്റെ കെണിയിൽ വീഴരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ താങ്കൾ ക്രിസ്ത്യൻ മേഖലയിൽ കൂടിയാണല്ലോ ഈ ചാലക്കുടി മേഖല എന്ന് പറയുന്നത്. നമുക്കറിയാം, അങ്കമാലി അതിരൂപതയടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച വിധവും നിങ്ങൾക്കറിയാം. അപ്പോൾ ബെന്നി ബെഹനാനെ പോലുള്ള മുതിർന്ന നേതാവ് ഈ പറയുന്ന ചില KCVയിലെ വളരെ ന്യൂനപക്ഷം വിഭാഗത്തിൽ ഈ കെണിയിൽ പെട്ടുപോകുന്നവരോട് എന്താണ് പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും കെണിയിൽ ആരും പെടരുത്. കെണിയിൽ പെടുന്നത് ശരിയല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, നമുക്ക് അഭിപ്രായം ഉണ്ടാകും. സിനിമ കാണണമെങ്കിൽ കണ്ടോളൂ. പക്ഷേ ഏതെങ്കിലും ഒരു കെണിയിൽ ചെന്ന് വീഴത്തക്ക രീതിയിൽ നമ്മൾ ചാടരുത്. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ഇവിടെ റോമിയോ ജിഹാദ് ഇല്ല എന്ന് വളരെ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ ചില വിഭാഗമെങ്കിലും ന്യൂനപക്ഷമെങ്കിലും അത് കരുതുന്നു അങ്ങനെയുണ്ട് എന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്തരം പ്രശ്നങ്ങൾ ആളിക്കത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കാനും വിഭാഗീയത വളർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സമൂഹത്തെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. സമൂഹത്തിൻ്റെ വിഷയങ്ങൾ സാമൂഹ്യപരമായി കാണാനും അതിൽ യോജിച്ച നിലപാടെടുത്ത് വ്യത്യസ്തതയിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതാണ് ശ്രീ സതീശനും പറഞ്ഞത്, കെണിയിൽ വീഴരുത്. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതുമ്പോൾ എന്തായിരിക്കും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ മനസ്സിലുണ്ടാവുക? 2 വിഷയങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇതിനകത്ത് പരമപ്രധാനമാണ്. മോഡി ആഗ്രഹിക്കുന്ന ആളുകളെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹ്യ ആരോഗ്യത്തെ വിഴുങ്ങാൻ നോക്കുന്ന മതവർഗീയതയ്ക്കെതിരെ ചാലക്കുടിയിലെ ജനങ്ങൾ പ്രബുദ്ധരായി പോരാടും. അതായത് ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിധി എഴുത്തായിരിക്കും. 2, കേരളത്തിലെ ഗവൺമെന്റ് ഇത്രയും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇല്ല. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബുണ്ടാക്കി പരീക്ഷണം നടത്തി അക്രമവാസന വളർത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കൾച്ചർ കേരളത്തിലുണ്ട്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ കെട്ടിത്തൂക്കുന്നത് ഏത് സാക്ഷരത കേരളത്തിന് അനുയോജ്യമാണ്? ഇവിടെ പുതിയ കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചു ദയനീയമായ ഒരു കാര്യം. ഞാൻ പറയുന്നത്, നമ്മുടെ ആരോഗ്യ മേഖല എന്താ നടക്കുന്നത്? ഒരു സ്ത്രീയുടെ പ്രസവം എടുക്കാൻ പോയപ്പോൾ പാവാട കൊണ്ട് ആ സ്ത്രീയെ വയറ് കെട്ടി നോക്കിയിട്ട് ആ സ്ത്രീയെ പറഞ്ഞു വിടുക, ആശുപത്രി വെച്ച് ആ കൊച്ചു മരിക്കുക. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ ചോദിക്കാൻ ആളില്ല. കേരളത്തിലുള്ള ഗവൺമെൻറ് ഇത്രയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഗൗരവമായി കണക്കിലെടുക്കേണ്ട പ്രശ്നങ്ങളിൽ നിഷ്ക്രിയത്വം പാലിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ നിഷ്ക്രിയത്വത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധി. അതായത് വിധി കേന്ദ്ര സർക്കാരിനെതിരെയുമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവുമാണ്. അല്ലേ? ഈ 2 കാര്യങ്ങളും പ്രതിഫലിക്കും. സാമ്പത്തിക കെടുകാര്യസ്ഥിതി അടക്കം ഈ 2 മാസത്തെ പെൻഷൻ കൊടുത്തു എന്നതൊഴിച്ചാലും ഞാൻ പറയുന്ന ഇവിടെ പെൻഷൻ ഇല്ല, ക്ഷേമ പെൻഷൻ ഇല്ല, അഗതി പെൻഷൻ ഇല്ല, എല്ലാത്തിൻ്റെയും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ക്രമസമാധാന തകർച്ച ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു നിസ്സംഗതത്വമുണ്ട്. ഒരു ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്ക്, ആ കോൺഫിഡൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പ്.
ശശി തരൂർ പറഞ്ഞത് ഈ നിലവിൽ ഇടത് MP-മാർക്ക് വലിയ പ്രാധാന്യമില്ല എന്നാണ് ഇന്ത്യയിൽ. ഇപ്പോൾ UP-യുടെ കാര്യത്തിലും താങ്കൾ ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. ഇടതു മുന്നണിയിലെ MP-മാരുടെ ഒരു സാന്നിധ്യം, 62 MP-മാരുടെ സാന്നിധ്യം UP-ക്ക് കരുത്തു പകർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശശി തരൂർ ഇന്നലെ അങ്ങനെ പറഞ്ഞതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ശരിക്കും ഇടത് MP-മാരുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ? ഇല്ലല്ലോ. ഇടത് MP-മാർ തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അവരുടെ ഒരു ന്യൂമറിക്കലി അവർ വളരെ ഒരു മൈക്രോസ്കോപ്പിക് ഫാക്ടർ ആണ് പാർലമെന്റിനകത്ത്. അപ്പൊ അവർക്ക് നമുക്കറിയാം, പണ്ട് അവരുടെ അംഗസംഖ്യ കുറവായിരുന്നപ്പോഴും AKGയെ പോലെയുള്ള നേതാക്കന്മാർ ദേശീയ വീക്ഷണം വെച്ച് നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പരിഗണനയും എല്ലാം വെച്ചുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇന്ന് അത്തരം തലത്തിൽ ചിന്തിക്കത്തക്ക രീതിയിലുള്ള നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനില്ല. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയുടെ പാർലമെന്റ്, ഞാൻ ശശി തരൂർ പറഞ്ഞ് പൂർണ്ണമായും യോജിക്കുന്നു, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇടതു മുന്നണിക്ക് ഒരു പ്രസക്തിയില്ല. പ്രസക്തി ഇല്ലാതെ വരുമ്പോൾ എന്താ, അവരുടെ ശബ്ദം അവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ അത് BJP-യുടെ സ്വരമാണെന്നാണ് ഇന്നിപ്പോൾ ഇടത് നേതാക്കൾ പറയുന്നത്. കടകംപള്ളിയും പറയുന്നു. അതായത് ശശി തരൂർ പറഞ്ഞതുപോലെ ഇടത് MP-മാർക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നത് BJP-യുടെ ശബ്ദമാണ്. അതെങ്ങനെ BJP-യുടെ ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടത് MP-മാർക്ക് പ്രസക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന എങ്ങനെ BJP-യുടെ സ്വഭാവമാവുന്നത്? ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരാജയം ഇടതുപക്ഷത്തിനുണ്ടാകുന്നു? ഇപ്പോൾ തന്നെ ബഹുമാനായ ശ്രീ ബാലന്റെ പ്രസ്താവന എന്താ? ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്തിനു വേണ്ടിയാ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാ? ഒരു രാജ്യത്തൊരു ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ? ശ്രീ ബാലൻ തുറന്ന് സമ്മതിച്ചു. ബാലൻ പറഞ്ഞിരിക്കുന്ന ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ അധപ്പതനമാണ്. രാഷ്ട്രീയമായ അധപ്പതനവും കാഴ്ചപ്പാടുള്ള അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ചിഹ്നത്തിന് വേണ്ടിയാണ്, ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് പാർട്ടി മത്സരിക്കുന്നത്. അല്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി ഉയർത്താൻ കഴിയാതെ പോയതും CPM ആവർത്തിച്ച് പ്രചരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും ഒരുമിച്ച് ഉയർത്താൻ കഴിയാതെ പോയത് CPM വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കുന്നു. ഒരു കൊടി സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് മൈനോറിറ്റി. രാഹുൽ ഗാന്ധി വന്നത് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വരുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ UDF-ന്റെ എല്ലാത്തിനും കൊടിയുണ്ട്, അവിടെ ലീഗിന്റെ കൊടിയുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി വന്നത് MP ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ MP ആയിട്ട് പല സ്ഥലത്തും പോകുന്നുണ്ട്. അന്നേരം പാർട്ടി പതാക അവിടെ പിടിക്കാറില്ല. അന്നേരം ഞാൻ ജനപ്രതിനിധിയാണ്. രാഹുൽ ഗാന്ധി അന്ന് വന്ന് ജനപ്രതി മാത്രമായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഇന്ന് പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുടെയും കൊടിയുണ്ട്, എല്ലാവരുടെയും കൊടി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി പരാജയ ഭീതി മനസ്സിലാക്കി നടത്തുന്ന ചില ആക്ഷേപങ്ങൾ. ഓക്കെ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മോദിയെ വിമർശിക്കുന്നില്ല, രാഹുലിനെ വിമർശിക്കുന്നു. ഭയപ്പെടുത്തി ഒത്തുതീർപ്പിലേക്ക് പോകുന്നു സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും. ED-യുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, എന്നാൽ ED വേട്ടയാടുന്നു എന്ന രാഷ്ട്രീയ നിലപാടും ഒരേ സമയം തന്നെ പറയുന്നു. ശ്രീ ബെന്നി ബെഹനാൻ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. ഒരു യാകാശമായി താങ്കൾ മുന്നോട്ട് പോകട്ടെ. യാകാശമായി തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. അന്ന് നമുക്ക് വീണ്ടും ഹെർബൽ ടീ വേണം. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാനാണ് നമുക്കൊപ്പം ഉള്ളത്, UDF സ്ഥാനാർത്ഥി. യെസ്, ഓക്കെ. ചായ MLA എൽദോസ്. എൽദോസ് ജി, വെരി ഗുഡ് മോർണിംഗ്. വളരെ ഉഷാറിലാണ്. അതായത് പെരുമ്പാവൂരാണോ അങ്കമാലിയിലാണോ ഏറ്റവും കൂടുതൽ ആലുവയിലുണ്ട് ആണോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ബെന്നി ബെഹനാന് കൊടുക്കുക എന്നതിൽ 3 MLA-മാർ മത്സരിക്കുന്നു എന്നാണ്. അല്ല, ഈ തവണ പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ലീഡ് ബെന്നി ബെഹനാന് കൊടുക്കും. പക്ഷെ റോജി സമ്മതിക്കുന്നില്ല. റോജി സമ്മതം വേണ്ട, ഞങ്ങൾക്ക് ആ സമ്മതം വേണ്ട. ഇത് പെരുമ്പാവൂർ ബെന്നി ബെഹനാന്റെ ജന്മനാടാണ്. ഈ നാട്ടിൽ തീർച്ചയായും വലിയ ലീഡ് ഞങ്ങൾ കൊടുക്കും. തവണ 24 വോട്ട് ലീഡ് ഉണ്ടായിരുന്നു, അതിലും കൂടും. 4 ലക്ഷം കടക്കും. ഓക്കെ. അപ്പോൾ ശ്രീ ബെന്നി ബെഹനാൻ MP ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. സിറ്റിംഗ് MP ആണ്, UDF സ്ഥാനാർത്ഥിയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബെന്നി ബെഹനാൻ പറഞ്ഞതിൽ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവർത്തിക്കുകയാണ്, കോൺഗ്രസ് LDF-ഉം BJP-യും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ പേരുച്ചരിക്കാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? ഇതൊരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണോ? ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ആ കീഴ്പ്പെടലിന് വിധേയമായി
വിജയമാവുകയാണ് മുഖ്യമന്ത്രി എന്ന് ബെന്നി ബെഹനാൻ പറയുന്നു. ഭയപ്പെടുത്തി ഒത്തുതീർപ്പുകളിലേക്ക് പോകുന്നു. കരുവന്നൂരിൽ കണ്ടതുപോലെ ഈ മാസപ്പടി വിവാദത്തിലും ED-യുടെ അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ നിലയ്ക്കും എന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത്. ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വീണ വിജയനുമെതിരെയുള്ള ED അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ബെന്നി ബെഹനാൻ. അതേസമയം തന്നെ ED-യെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ടെന്നും ബെന്നി ബെഹനാൻ പറയുന്നു. ഈ ബെന്നി ബെഹനാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്.